നമസ്കാരം സർ. സാധാരണ നമ്മൾ ഈ കാശ്മീർ അതിർത്തിയിലും മറ്റും നുഴഞ്ഞുകയറ്റക്കാരായ പാക് പൗരന്മാർ പിടിയിലാകുന്ന വാർത്ത സർവ്വസാധാരണമായിട്ട് നമുക്ക് ലഭിക്കാറുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. നമ്മൾ ബാംഗ്ലൂരിൽ ഒരു ശർമ്മ കുടുംബം, ഭർത്താവ്, ഭാര്യ, ഭാര്യയുടെ അച്ഛൻ, അമ്മ, ഇങ്ങനെ 4 പേര്. അവർ ഒരു ഹിന്ദു ബ്രാഹ്മണ കുടുംബമായിട്ട് ജീവിക്കുകയായിരുന്നു. അവർ അറസ്റ്റിലായി. പോലീസ് അവരെ പിടികൂടി. അത് എൻ്റെ രഹസ്യങ്ങൾ ചുരുളഴിഞ്ഞ് പുറത്ത് വന്നപ്പോൾ ഇവർ പാക് പൗരന്മാരാണ് എന്ന സത്യം പുറത്തു വന്നു. അവരിപ്പോൾ അറസ്റ്റിലാണ്. ഇതിനെക്കുറിച്ച് സാറിന്, ഇത് നമ്മുടെ ഒരു ഈ ദക്ഷിണ ഭാരതത്തിലായതുകൊണ്ട് കുറച്ചുകൂടെ നമ്മളൊരു ശ്രദ്ധ അതിനകത്ത് കൊടുത്തു. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? സാറിന് ഇതിനെക്കുറിച്ച് എന്താണ്? ഇത് 10 കൊല്ലമായി ഇവർ ശർമ്മ കുടുംബം എന്നുള്ള പേരിൽ ബാംഗ്ലൂർ നഗരത്തിന് പുറത്ത് ആണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. 4 പാക് പൗരന്മാരാണ്. അതായത് ഈ പറഞ്ഞതുപോലെ റഷീദ് അലി സിദ്ദിഖി 48 വയസ്സ്, ഭാര്യ ഐഷ 38 വയസ്സ്, അവരുടെ ബാപ്പയും ഉമ്മയും ഹനീഫ് അഹമ്മദ് 73 വയസ്സ്, റുബീന 61 വയസ്സ്, ബാപ്പയും ഉമ്മയും. ഇങ്ങനെ 4 പേരാണ് താമസിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ 4 പേരുടെ പേര് ആ ക്രമത്തിൽ: ഈ സിദ്ദിഖിയുടെ പേര് ശങ്കർ ശർമ്മ, ഭാര്യയുടെ പേര് ആഷാ റാണി, ഭാര്യയുടെ ബാപ്പയുടെ പേര് റാം ബാബു ശർമ്മ, ഭാര്യയുടെ പേര് റാണി ശർമ്മ. ഇങ്ങനെ ഒരു ശർമ്മ കുടുംബമായിട്ടാണ് അവരെ കഴിഞ്ഞുകൊണ്ടിരുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഇവരെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ ഇതെങ്ങനെയാണ് അറസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ, ചെന്നൈ വിമാനത്താവളത്തിൽ പോലീസ് 2 പാക് പൗരന്മാരെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ അവരെ പിടിച്ചപ്പോൾ കിട്ടിയ വിവരം അനുസരിച്ചിട്ടാണ് ബംഗളൂരുവിലെ ഓപ്പറേഷൻ നടന്നത്. ധാക്കയിൽ നിന്ന് വന്നവരെയാണ് ആ ചെന്നൈയിലെ വിമാനത്താവളത്തിൽ പിടികൂടിയത്. അവർക്ക് വ്യാജ പാസ്പോർട്ടായിരുന്നു. അവർ ഈ ശർമ്മ കുടുംബം ഉണ്ടല്ലോ, സിദ്ദിഖി, ഈ സിദ്ദിഖിയുടെ ബന്ധുക്കളായിരുന്നു അവരെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ സിദ്ദിഖിയെ പറ്റി, ഈ സിദ്ദിഖി ശർമ്മ കുടുംബമായിട്ട് ബാംഗ്ലൂരിൽ കഴിയുന്ന വിവരം കിട്ടിയത്. ഈ പോലീസ് ഈ വിവരം അറിഞ്ഞിട്ട് ഇവരെ പിടിക്കാൻ വരുമ്പോൾ ഇവര് സ്ഥലം വിടാൻ, പലായനം ചെയ്യാനായിട്ട് ഒരുങ്ങുകയായിരുന്നു. ഈ ബാംഗ്ലൂരിലെ ചോർന്ന് കിട്ടി വീട്ടിൽ നിന്ന് സമയത്തിനെത്തി. 2018 മുതൽ ഇവിടെ, അതിനു മുമ്പ് ഇവർ കുറച്ചു കാലം ഡൽഹിയിലും താമസിച്ചിട്ടുണ്ടായിരുന്നു. ഡൽഹിയിൽ വെച്ചിട്ടാണ് ഇവർ പിടികൂടി കഴിഞ്ഞപ്പോൾ ശർമ്മ എന്നുള്ള പേരിൽ നിഷ്കളങ്കരായിട്ട് പാസ്പോർട്ട്, ആധാർ കാർഡൊക്കെ ഞങ്ങൾക്ക് ശർമ്മ എന്നുള്ള പേരിൽ ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്തു. ഹിന്ദു പേരുകളാണ്, ഞങ്ങൾ ഹിന്ദുക്കളാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഭിത്തിയിൽ നോക്കിയപ്പോൾ ചുമരില്, വീടിൻ്റെ അകത്ത് ചുമരില് മെഹ്ദി ഫൗണ്ടേഷൻ ഇന്റർനാഷണൽ ജഷൻ എ യൂനിസ് എന്ന് പറഞ്ഞിട്ടൊരു മറ്റേ ചുമരിൽ എഴുതിയിട്ടുണ്ട്. മെഹ്ദി ഫൗണ്ടേഷൻ ഇന്റർനാഷണൽ ജഷൻ എ യൂനുസ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ മൊല്ലാക്കന്മാരുടെ ചിത്രങ്ങളും ഭിത്തിയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കള്ളി പൊളിഞ്ഞു പോയി. അത് കഴിഞ്ഞ് ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ സമ്മതിച്ചു, ഞങ്ങൾ പാകിസ്ഥാൻ പൗരന്മാരാണ്. അപ്പോൾ ഇയാളുടെ വീട്, ഈ റഷീദ് അലി സിദ്ദിഖിയുടെ വീട് കറാച്ചിയിലെ ലിയാഖത്താബാദിൽ, ഭാര്യയുടെ വീട് ലാഹോറിൽ. ഈ ഭാര്യ ഐഷയെ 2011 ഓൺലൈനിലാണ് നിക്കാഹ് ചെയ്തത് എന്ന് ഇയാൾ പറഞ്ഞു. അവർ ബംഗ്ലാദേശിലായിരുന്നു ആ സമയത്ത്. പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിൽ എത്തിയതാണ് അവര്. പാകിസ്ഥാനിൽ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ഇവര് സൂഫി വിശ്വാസമൊക്കെ പിന്തുടരുന്നുണ്ടായിരുന്നു. അപ്പൊ പെർസിക്യൂഷൻ, പീഡനം അങ്ങനത്തെ ആളുകൾക്ക് വരുമല്ലോ. സുന്നിയായി ആ വിശ്വാസത്തില് പ്രവാചകന്റെ കാലടികൾ പിന്തുടർന്ന് വേണമല്ലോ അവിടെ ജീവിക്കാൻ. അപ്പൊ സൂഫി വിശ്വാസവും അതിന്റെ മതപ്രചാരണവും ഒക്കെ ആയിട്ട് നടന്നു കഴിഞ്ഞാൽ പുറത്താക്കും. അതുകൊണ്ടാണ് ഇവർ ബംഗ്ലാദേശിൽ എത്തിയതെന്നാണ് ഇവര് പറയുന്നത്. മെഹ്ദി ഫൗണ്ടേഷന്റെ, നേരത്തെ ഭിത്തിയിൽ കണ്ടു എന്ന് പറഞ്ഞല്ലോ, മെഹ്ദി ഫൗണ്ടേഷൻ അതൊരു സൂഫി ഫൗണ്ടേഷനാണ്. ആ മെഹ്ദി ഫൗണ്ടേഷന്റെ മതപ്രഭാഷകനാണ് ഈ സിദ്ദിഖി ശർമ്മ എന്നുള്ള പേരില്. 2014 സിദ്ദിഖിയെ ബംഗ്ലാദേശിൽ ഈ മറ്റേ ബംഗ്ലാദേശിലും സംശയിക്കുന്ന നില വന്നു. ബംഗ്ലാദേശിലും ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ
ഇന്ത്യയിലെ മെഹ്ദി ഫൗണ്ടേഷനിലെ പർവേസ് എന്ന് പറഞ്ഞ ഒരാളുമായിട്ട് കൂടിക്കാഴ്ച നടത്തി എന്നുള്ളതാണ് ബംഗ്ലാദേശിൽ ഇയാളെ സംശയിക്കാൻ കാരണം. അപ്പോൾ ഇന്ത്യയിലേക്ക് അയാൾ പലായനം ചെയ്തു, നിയമവിരുദ്ധമായിട്ട് മാറുകയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഭാര്യയുടെ ബാപ്പ മുഹമ്മദ് യാസിൻ, ഭാര്യ ഈ സൈനബ് നൂർ, അവർ മാൾഡ വഴി പശ്ചിമ ബംഗാൾ മാൾഡ വഴി ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു. ഏജന്റുമാർ വഴിയാണ് പലായനം ചെയ്തത്. എന്നിട്ട് ഡൽഹിയിൽ താമസിച്ചു അവര്. അവിടെ നിന്നാണ് വ്യാജ ആധാർ കാർഡ്, വ്യാജ പാസ്പോർട്ട്, വ്യാജ ഡ്രൈവിംഗ് ലൈസൻസ് ഇതൊക്കെ അതൊരു ഈ ശർമ്മ എന്നുള്ള പേരിൽ ഉണ്ടാക്കി കൊടുത്തു ഒരു ഏജന്റ്. ഡൽഹിയിലും ഇയാൾ കുറച്ചു കാലം പ്രഭാഷണമൊക്കെ നടത്തി മുസ്ലിങ്ങൾക്കിടയിൽ. അത് കഴിഞ്ഞ് ബംഗളൂരിൽ വാസിം എന്ന് പറഞ്ഞൊരാളും അൽത്താഫ് എന്ന് പറഞ്ഞൊരാളും, ബംഗളൂരുവിൽ 2 പേര്, ഇവരെ ഒരു നേപ്പാൾ യാത്രക്കിടയിൽ സിദ്ദിഖി പരിചയപ്പെട്ടു. ഒരു വെക്കേഷൻ അവധി യാത്രയിൽ വെച്ച് ഒരേ മതത്തിൽപ്പെട്ടവരാണല്ലോ, അപ്പോൾ കണ്ടവർ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അത് 2018 അപ്പോൾ അൽത്താഫ് പറഞ്ഞു, നിങ്ങൾ ബംഗളൂരിൽ വന്ന് ഈ പ്രവർത്തനങ്ങൾ നടത്തിക്കോളൂ, ഞാൻ വാടക കൊടുത്തോളാം എന്നിട്ട് അൽത്താഫ് വാടക കൊടുക്കുക, വാടക വീടിൻ്റെ വാടക. ഈ മെഹ്ദി ഫൗണ്ടേഷൻ ഇയാളെ സിദ്ദിഖിയെ അവർക്ക് അൽറ TV എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്, അതിൽ നിങ്ങൾ സംഭാഷണം നടത്തിക്കോളൂ, അതിന് ആ ഷോയ്ക്ക് പൈസ തരാം എന്ന് പറഞ്ഞിട്ട് മെഹ്ദി ഫൗണ്ടേഷൻ അവർ നടത്തുന്ന അൽറ യൂട്യൂബ് ചാനലിൽ ഇയാളെ കൊണ്ട് പ്രഭാഷണം നടത്തിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ പിടിക്കുന്നവരെയും അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. പ്രഭാഷണത്തിന് പൈസയും കൊടുത്തു. ഈ ഭാര്യയുടെ ബാപ്പയ്ക്കും ഉമ്മയ്ക്കും ബംഗളൂരുവിൽ ബാങ്ക് അക്കൗണ്ടും ഉള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഇതല്ലാതെ ഈ സിദ്ദിഖി ഈ ഗരാഷ് ഉണ്ടല്ലോ കാറിൻ്റെ, അവിടെയൊക്കെ ഈ ഓയില് ഒക്കെ സപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു, പിന്നെ ഭക്ഷ്യവസ്തുക്കളും ഒക്കെ സപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു സൈഡ് ബിസിനസ് പറയാവുന്ന വിധത്തിൽ. മെഹ്ദി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇത് യൂനോസ് അൽ ഗോഹർ എന്ന് പറഞ്ഞയാൾ സ്ഥാപിച്ചതാണ് മെഹ്ദി ഫൗണ്ടേഷൻ. സൂഫിസം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പാകിസ്ഥാനിൽ ഈ സംശയം, മതവിചാരണ, പീഡനം ഇതൊക്കെ നേരിടുമെന്ന് വിചാരിച്ചിട്ടാണ് ഇവരെ കൊണ്ടുവന്നത്. അതിൻ്റെ പ്രസിഡന്റ് അംജാദ് ഗോഹറിനോട് ഇപ്പോൾ ചില മാധ്യമങ്ങൾ ഈ സംഭവത്തിനെ പറ്റി ചോദിച്ചപ്പോൾ, രാജ്യാന്തര പ്രസിഡന്റാണ് മെഹ്ദി ഫൗണ്ടേഷൻ, അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ UK അഭയം തേടിയിരിക്കുക അങ്ങേര്. അയാൾക്ക് തന്നെ രക്ഷയില്ല. അപ്പോൾ അങ്ങേര് പറഞ്ഞു ഇത് ചെയ്തത് തെറ്റാണ്, രാജ്യങ്ങളുടെ നിയമങ്ങൾ അനുസരിക്കേണ്ടതാണ്, ഇവരത് ചെയ്തിട്ടില്ല, പാകിസ്ഥാനിൽ താമസിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത് അവര്. അപ്പോൾ ഇവരിനി പാകിസ്ഥാനിലേക്ക് തിരിച്ചു വിട്ടാലും ഇവരവിടെ പീഡിപ്പിക്കപ്പെടും, ചിലപ്പോൾ കൊല്ലപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ഇന്ത്യക്ക് കഴിയുമെങ്കിൽ അവിടെ അവരെ സൂക്ഷിക്കാൻ കഴിയുമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. വകുപ്പുകള് ഫോർജറി, വഞ്ചന, ഫോർജ്ഡ് ഡോക്യുമെന്റ്, ഇങ്ങനെ 420, 468, 471 വകുപ്പുകളൊക്കെ ചുമത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഈ അവസാന ചോദ്യത്തിലാണ് ഞാനും മുട്ടി നിന്നത്. ഇന്ത്യയോട് ഇങ്ങനെ തട്ടിപ്പൊക്കെ കാണിച്ച ഒരാളെ ഈ സൂക്ഷിക്കണം എന്ന് പറയുന്നത് പ്രശാന്തിന്റെ അഭിപ്രായം എന്താ? അത് വളരെ ആവൽക്കരമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നാമത്തെ കാര്യം, ഇവർ കള്ളം പറയാതെ സത്യം പറഞ്ഞു വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇവർക്ക് എന്തെങ്കിലും ഒരു എൻട്രി കിട്ടിയേനെ, അല്ലെങ്കിൽ ഇവർക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു സുരക്ഷിതമായിട്ട് കഴിയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവരെന്തിനാണ് ഈ കള്ളം പറയാൻ പോയത്? അപ്പോൾ ആ കള്ളം പറയുമ്പോൾ കൂടുതൽ അത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. പിന്നെ 2, ഇവർക്ക് സാമ്പത്തികമായ സഹായം ലഭിച്ചിരുന്നു. ഇതൊക്കെ അന്വേഷിക്കപ്പെടേണ്ടതാണ്. അതൊരു രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് തീർച്ചയായിട്ടും. ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഒരു ശർമ്മ കുടുംബം എന്ന് പറഞ്ഞിട്ട് ഇത് ഒറ്റപ്പെട്ട സംഭവമാണ് വിചാരിക്കാൻ ആയിരിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മഹാരാഷ്ട്രയിൽ അടുത്ത കാലത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അവർ കുറെ കാലമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ UN എന്തോ ഒരു അഭയാർത്ഥി കാർഡ് ഉണ്ട്, അപ്പം ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോകുന്നവരെ ഇവിടെ 10-14 കൊല്ലമായിട്ടൊക്കെ ജീവിക്കുന്നുണ്ട് അവര്, വ്യാജ കാർഡും ഒക്കെ ആയിട്ട്. അപ്പോൾ വേറൊരു സ്ഥലത്ത് വേറൊരു രാജ്യത്ത് പ്രവേശിപ്പിക്കുന്നത് വരെ ഇവിടെ
താമസിപ്പിക്കണം എന്നൊക്കെ കോടതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പലരും വന്നിവിടെ കിടക്കുന്നുണ്ട്. അത് വളരെ ഗൗരവത്തിൽ സർക്കാർ ചിന്തിച്ച് നടപടിയെടുക്കേണ്ട ഒരു വിഷയമാണ്. നിസ്സാരമായൊരു കാര്യമല്ല. ഒറ്റപ്പെട്ട സംഭവമായിട്ട് ഇത് എടുത്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് സഹിഷ്ണുത, ദയ കാണിക്കാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. പക്ഷേ ഇത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പ്രശ്നം. കാരണം രോഹിംഗ്യൻ അഭയാർത്ഥികൾ പല സ്ഥലത്തും നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ഹിമാചൽ പ്രദേശിൽ ഇപ്പോൾ ഒരു പ്രശ്നമുണ്ടായി, പരുത്തന്മാർ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ബംഗാളിലൊക്കെ ഇഷ്ടം പോലെ ആളുകളുണ്ട്. ആസാമില് ഈ ഡെമോഗ്രഫി മാറുന്നുണ്ട്, ജനസംഖ്യ പല സംസ്ഥാനങ്ങളിലും. അടുത്ത കാലത്ത് 10-20,000 പേരെ കണ്ടെത്തി ആസാമിൽ എന്നൊരു വാർത്ത പുറത്തു വന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് അങ്ങനെ അതിൻ്റെ അകത്ത് തട്ടിപ്പ്, ഇത് ഇന്ത്യയോട് ചോദിച്ചിട്ടോ ഒന്നുമല്ല വന്നിരിക്കുന്നത്. അതെ, ഞങ്ങളെങ്ങനെ പലായനം ചെയ്തോട്ടെ, ഞങ്ങൾക്ക് അവിടെ പൗരത്വം തരുമോന്നൊന്നും ചോദിച്ചിട്ടല്ല വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല അവരിവിടെ വന്ന് ഈ വ്യാജരേഖകളെല്ലാം ചമക്കുകയും ചെയ്തു. അത് വളരെ ഗൗരവത്തിൽ, ആരാണ് ഇവരെ അതിന് സഹായിച്ചത്, ഇതെല്ലാം ഉണ്ടാക്കി കൊടുത്തത്, ഇതൊക്കെ ഏജൻസികൾ വളരെ ഗൗരവത്തിൽ അന്വേഷിക്കും. മാത്രമല്ല പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ജീവിക്കുന്ന നമ്മുടെ CAA നിയമപ്രകാരവും മുസ്ലിങ്ങളായവർക്ക് അത് ബാധകമല്ലല്ലോ. അവിടുത്തെ ഹിന്ദുക്കൾക്കും ജൈൻ, പാഴ്സി, ക്രിസ്ത്യൻ, അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കാണ് അത് ബാധകം. അപ്പോൾ ഇവർക്ക് പറ്റിയ സ്ഥലം എന്തായാലും നമ്മളോട് സഹകരണം ഇല്ലാത്ത രാജ്യങ്ങളാണ് പാകിസ്ഥാനും അവരെ ബംഗ്ലാദേശ് തിരിച്ചയക്കാനേ സാധിക്കുള്ളൂ പെട്ടെന്ന്, അല്ലെങ്കിൽ പിന്നെ നിയമപരമായി അതേ വഴിയുള്ളൂ. അതെ, സർക്കാർ എന്ത് നടപടി എടുക്കുമെന്ന് നമുക്ക് നോക്കാം. അതുകൊണ്ട് ശർമ്മമാരല്ലാതെ തന്നെ ജീവിക്കുന്നതാണ് അവർക്ക് നല്ലത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.